വള്ളിപ്പടർപ്പിനുള്ളിൽ താമസിക്കുന്ന ഒരു കുടുംബത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണെന്നല്ലേ ഒരു കൗതുകവും ഇതിനകത്തുണ്ട്. അങ്ങനെ ഒരു വീട് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ട വെട്ടൂരിലെ ചെടികൾ പടർന്നു കിടക്കുന്ന വീടിന്റെ കാഴ്ചകൾ തേടിയാണ് നമ്മുടെ യാത്ര. ശ്രീകുമാരൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കും പിന്നാലെ പോവാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം. ഞങ്ങൾ ഈ വഴി പോകുമ്പോഴാണ് ഇങ്ങനൊരു അത്ഭുത വീട് കണ്ടത്. അതായത് ഒരു വള്ളിപ്പടർപ്പിനിടയിലുള്ള ഒരു വീട്. അത് ആ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ആളുകൾ തൊട്ടപ്പുറത്തുനിന്ന് പറഞ്ഞു ഒരു അധ്യാപകൻ്റെ വീടാണെന്ന്. ഇതിനകത്തൊരു വീടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പുറത്ത് നിന്നത്. നമുക്കകത്തേക്ക് പോകാം. മൊത്തം വള്ളിപ്പടർപ്പാണ് ഈ മേഖലയിൽ പൂർണ്ണമായിട്ടുള്ളത്. നല്ല രസമായിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീട്ടിലെ ആളുകളാണ് നമ്മോടൊപ്പം ചേരുന്നത്. അധ്യാപകനാണ് എന്നാണ് പറഞ്ഞത്. പേരെന്തായിരുന്നു? എൻ്റെ പേര് പ്രിൻസ് കുമ്പക്കാടൻ എന്നാണ്. സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? ഞാൻ കാർത്തികപ്പള്ളി സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. അധ്യാപകനാണ്? അതെ അതെ അതെ. എങ്ങനെയാണ് ഇങ്ങനൊരു വള്ളിപ്പടർപ്പ് കുട്ടിയൊരു വീട്? ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമാണ് പ്രകൃതിയും ഒക്കെ ആയിട്ട് ഇണങ്ങിച്ചേരുക എന്നുള്ളത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഈ വീട് നിൽക്കുന്ന സ്ഥലമേ ഉള്ളൂ. 5 സെൻറ്റ് സ്ഥലത്തിനുള്ളിലാണ്. അപ്പം നമ്മുടെ ആഗ്രഹങ്ങളെ വള്ളിപ്പടർപ്പുകളിലൂടെ സഫലീകരിച്ചു എന്ന് പറയാം. അപ്പോൾ ഇതിനൊക്കെയുള്ള സമയം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? സമയം കണ്ട രാവിലെ 4:30 ആകുമ്പോഴത്തേക്ക് എഴുന്നേൽക്കും. പിന്നെ എല്ലാവരും സപ്പോർട്ടാണ്. അപ്പം ഇപ്പം വെള്ളം ഒഴിക്കേണ്ട സമയമില്ല. അപ്പം മഴക്കാലം ആയതുകൊണ്ട് പിന്നെ വേനൽക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുൾ സപ്പോർട്ട് നമ്മുടെ ഫാമിലിയുടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ആണ്. അധ്യാപികയാണല്ലേ? ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? പത്തനംതിട്ട തന്നെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇതിങ്ങനെ വരുന്ന സമയത്ത് പാമ്പുകളുടെയൊക്കെ ശല്യം ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെ പാമ്പുകളൊന്നും അങ്ങനെ വരാറില്ല. ആളുകൾ ചോദിക്കും, എല്ലാവർക്കും സംശയമാണ് ഇതിങ്ങനെ കാണും. സോഷ്യൽ മീഡിയയിൽ ഇത് വന്ന സമയത്ത് ഞാനും കണ്ട കുറച്ച് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിരുന്നു. പക്ഷേ അപ്പോൾ പാമ്പുകൾ വരില്ലെന്ന് ആളുകൾ ഇങ്ങനെ അടിയിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കും. അണലി കടിച്ച് ചാവൂടാന്നൊക്കെ പറയുന്നത്. അതെ അതെ, അങ്ങനെ കുറേ കമൻസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഞങ്ങൾ അങ്ങനെയാണ്, ഈ കുഞ്ഞുങ്ങളുള്ള വീടാണ്. അങ്ങനെ നോക്കാതെ നമ്മളൊന്നും ചെയ്യാറില്ലല്ലോ. അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള ഈ വീടിൻ്റെ മൊത്തം അകത്തും ഇത്തരത്തിലുള്ള വള്ളികൾ തന്നെയാണോ ഉള്ളത്? അകത്തും ഉണ്ട്. നമ്മൾ ചെടികൾ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ചെടികൾ എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? ശ്വാസമാണോ ഉദ്ദേശിക്കുന്നത്? ഇതിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു കോൺക്രീറ്റ് സംസ്കാരത്തിൻ്റെ അപ്പുറത്തേക്ക് ഇത് കോൺക്രീറ്റ് ബിൽഡിംഗ് ആണ്. അപ്പോൾ അതിനെ ഒന്ന് കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സംവിധാനം എന്ന് പറയുന്നത്. ഇപ്പം വേനൽക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു 38-40 വരുമ്പം നമ്മുടെ ഇവിടെ ഒരു 29 കീപ്പ് ചെയ്യും. ഇനി അകത്തേക്കൊന്ന് പോയിട്ട് നമുക്ക് എല്ലാം കാണാം. ഈ വീടിൻ്റെ അകത്തും നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ പൂർണ്ണമായ ചെടികൾ തന്നെയാണ് ഉള്ളത്. നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കിത് കണ്ടിട്ട് നേരത്തെ ഞാൻ ചോദിച്ച പോലെ പാമ്പൊക്കെ വരുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. ഒരിക്കലും പാമ്പുകളൊന്നും തന്നെ ഇവിടെ വന്നിട്ടില്ല എന്നാണ് ചേട്ടൻ പറയുന്നത്. ചേട്ടൻ മുകളിലുണ്ട്. ചേട്ടനെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ചോദിച്ച് അറിയേണ്ടതുണ്ട്. അധ്യാപകനാണ് ചേട്ടനെന്ന് ഞാൻ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചേട്ടാ, ഇത് സ്വാഭാവികമായിട്ട് ഈ പാമ്പുകൾ വരുമെന്നുള്ള സംശയം ഒരു ഭാഗത്ത് നിൽക്കുന്നു. എത്ര വർഷമായി വീട് പണിയൊക്കെ എടുത്തിട്ട്? ഇത് ഇങ്ങനെ ആക്കിയിട്ട് 10 വർഷമായി. വീടിൻ്റെ നിർമ്മാണം കഴിഞ്ഞു 13 വർഷം. അപ്പോൾ ഈ വീടിൻ്റെ മുകളിലുള്ള ഒരു വുഡ് ഹൗസിലേക്കാണ് നമ്മൾ കയറുന്നത്. മരം കൊണ്ട് നിർമ്മിച്ച ഒരു വുഡ് ഹൗസ്. അതിലും വള്ളിപ്പടർപ്പ് തന്നെയാണ്. ഇവിടെ ഒരു സൈക്കിളൊക്കെ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പഴയ സൈക്കിളാണ്. ചേട്ടൻ്റെ തന്നെ സൈക്കിളാണ്?
അല്ല, ഇത് നമ്മുടെ ഒരു ടീച്ചറിൻ്റെ മകളുടെ സ്പോൺസർ ചെയ്തതാണ്. ഇത് കണ്ടിട്ട് സ്പോൺസർ ചെയ്തു. അതെ അതെ അതെ. വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഇതിനുള്ളിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് തുടരാനുള്ള കാരണം എന്താണ്? ഇവിടെ ഒരു വുഡ് ഹൗസ് എന്നുള്ള രീതിയിൽ അത് ശരിക്കും പറഞ്ഞാൽ ആഗ്രഹമാണ്, ഒരു ഏറുമാടോ എന്നൊക്കെ പറയുന്ന ഒരു ആഗ്രഹമാണ്. പക്ഷേ നമുക്ക് ടെറസിൻ്റെ മുകളിൽ നിന്ന് വെളിയിലോട്ടൊന്ന് തള്ളി അതൊരു വേറൊരു വൈബാക്കി എടുത്തു. വേനൽക്കാലത്ത് നല്ല രസമല്ല? വേനൽക്കാലത്ത് ഭയങ്കര രസമാണ്. ഇതിൻ്റെ അത് കിടക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഭയങ്കര വൈബ് തന്നെ. രാത്രി വന്ന് കിടക്കാറുണ്ടോ? ആ ഉണ്ട് 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 ഉണ്ട്. AC ഒന്നും വേണ്ടല്ലോ. ഇതിൻ്റെ മുകളിൽ കൂടെ വള്ളിപ്പടർപ്പുകൾ കയറി പോകുന്നത് കൊണ്ട് ഒരു ശകലം പോലും വെയിൽ ഓടിൽ അടുക്കിയില്ല. ഈ കുറേ ആളുകളൊക്കെ പുറത്തു കൂടെ പോകുമ്പോൾ അങ്ങനെ നോക്കി പോകുന്നുണ്ട്. ആളുകൾ ചോദിക്കാറുണ്ട് എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആൾക്കാർ ഇങ്ങനെ ഒരു വീട് ഇവിടെ ഉണ്ടെന്ന് അറിയില്ല. ഞങ്ങൾ ഗേറ്റ് തുറന്ന് ഗേറ്റിലും ചെടികളല്ലേ, അപ്പം ചില ആൾക്കാർ വന്ന് എങ്ങനെ കയറുന്നതെന്നൊക്കെ നോക്കാറുണ്ട്. പക്ഷെങ്കിൽ പല ആൾക്കാരും ഇങ്ങനെ എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോഴേ അവർക്ക് ശരിക്കുമുള്ള അതിൻ്റെ ഒരു ക്രിസ്മസ് കാലം കൂടിയാണ്. അപ്പോൾ ആളുകൾക്ക് കാഴ്ചക്കുള്ളൊരു കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചത്. അതൊക്കെ എന്താ സംഭവം? എല്ലാ വർഷവും ഡിസംബർ 1-ാം തീയതി ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ ഒരു ക്രിസ്മസ് കാലം, കാരണം പത്തനംതിട്ട ജില്ലയിൽ ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ ഒരു വൈബ് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാനാണ്. അപ്പം ഒത്തിരി ആൾക്കാർ ദൂരെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ കുഞ്ഞുങ്ങൾ ആയിട്ട് വരാറുണ്ട്. അത് ക്രിസ്മസ് എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടമുള്ളൊരു മാസമാണ്. എന്തായാലും ചേട്ടൻ്റെ ഈ ഒരു മനോഹരമായ വള്ളിക്കുടിൽ എന്ന് പറയുന്ന പോലെ ഒരു വള്ളിപ്പടർപ്പ് പടർന്ന വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അഭിലാഷ് കൈതമണിനും സഞ്ജയ് ഇക്ബാലിനും ഒപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.